السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങളാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വെക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചുള്ള സംസാരത്തിൽ ഇൻഷാ അല്ലാഹ് അവരുമായി ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങൾ തുടർത്തി സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളാണ്. അതിൽ 4 പെൺമക്കളും 3 ആൺമക്കളും. അൽ ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം എന്നീ ആൺമക്കളും സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ എന്നീ പെൺമക്കളുമാണ്. ഈ 7 മക്കളിൽ ഇബ്രാഹിം എന്ന കുട്ടിയൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിറന്നത് ഖദീജ റളിയല്ലാഹു തആല അൻഹയിലൂടെയാണ്. ഇബ്രാഹിം എന്ന കുഞ്ഞ് മരിയ എന്ന മഹദിയിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിറക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളിൽ അൽ ഖാസിം, അതേപോലെ അബ്ദുള്ള, ഇവരുടെ മാതാവ് ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. അൽ ഖാസിം എന്ന കുഞ്ഞും അബ്ദുള്ള എന്ന കുഞ്ഞും, അതിൽ അൽ ഖാസിം എന്ന കുഞ്ഞിലേക്ക് ചേർത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബുൽ ഖാസിം എന്ന് വിളിക്കപ്പെടുന്നത്. അബ്ദുള്ള എന്ന കുഞ്ഞ്, അതിന് ത്വയ്യിബ്, താഹിർ എന്നീ വിളിപ്പേരുകളുണ്ട്. ത്വയ്യിബ്, താഹിർ, ഇത് അബ്ദുള്ളയുടെ വിളിപ്പേരാണ്. ഈ 2 കുഞ്ഞുങ്ങൾ അൽ ഖാസിമും അബ്ദുള്ളയും കുരുന്നുകളായിരിക്കെ തന്നെ മരിക്കുകയാണ് ഉണ്ടായത്. അതിൽ അബ്ദുള്ള എന്ന കുഞ്ഞ് ജനിച്ച ഉടനെ മരിച്ചപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ അവർ ഏറെ വിഷമിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചു സംസാരിച്ചത്, ഖദീജ, നിങ്ങൾക്കറിയാതെ നമ്മുടെ കുഞ്ഞിനെ മുലയൂട്ടുവാൻ സ്വർഗീയ സ്ത്രീകൾ കാത്തിരിക്കുന്നു എന്നാണ്. കാരണം ഖദീജ റളിയല്ലാഹു തആല അൻഹ വിഷമത്തിൽ പറഞ്ഞത് മുലയൂട്ടുവാൻ എനിക്ക് പൂതിയുണ്ടായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കൾ, അതിൽ മൂത്തത് സൈനബാണ്. റസൂലുള്ളാഹിന്റെ പെൺമക്കൾ എല്ലാവരും സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, ഇവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബൈഅത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സൈനബ് അവർ അബുൽ ആസ് ഇബ്നു റബീഇന്റെ കൂടെ വൈവാഹിക ജീവിതം നയിക്കുകയായിരുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ച നാളിൽ അബുൽ ആസ് ഇബ്നു റബീഅ് അഥവാ സൈനബിന്റെ ഭർത്താവ് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി ഹാലയുടെ മകനാണ്. അപ്പോൾ സൈനബിന്റെ കുഞ്ഞാമാന്റെ മകനാണ് ഭർത്താവായ അബുൽ ആസ് ഇബ്നു റബീഅ്. അബുൽ ആസ് ഇബ്നു റബീഅ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച് പരസ്യ പ്രബോധനം തുടങ്ങിയ കാലഘട്ടത്തിൽ മക്കയിൽ ഉണ്ടായിരുന്നില്ല. സിറിയയിൽ നിന്നൊരു കച്ചവട സംഘത്തെ നയിച്ചു വരുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തെ കുറിച്ച് അബുൽ ആസ് വിവരം അറിയുന്നത്. സൈനബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഭർത്താവ് വന്നപ്പോൾ സൈനബ് ഭർത്താവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അബുൽ ആസ് ഇബ്നു റബീഅ് സൈനബിനോട് പറഞ്ഞത്, ഭാര്യന്റെ തൃപ്തിക്ക് വേണ്ടി പിതാക്കളെ തള്ളി പറയുകയും അവരുടെ ആദർശം വലിച്ചെറിയുകയും സമൂഹത്തെ, തൻ്റെ ജനതയെ അപമാനിക്കുകയും ചെയ്തു എന്ന്
ആളുകൾ പറയും അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് സൈനബ് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അബുൽ ആസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അബുൽ ആസ് അവിശ്വാസത്തിൽ തുടരുകയാണ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് അബുൽ ആസുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം നമുക്ക് വിശദീകരിക്കേണ്ടി വരും റസൂലുള്ളാഹിന്റെ മരുമക്കളെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. സൈനബ് റളിയല്ലാഹു തആല അൻഹ അവരെ അബുൽ ആസ് കല്യാണം കഴിച്ചപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഉപയോഗിച്ചിരുന്ന അവരുടെ ഒരു മാല സൈനബിന് നൽകിയിരുന്നു. ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ പക്ഷം ചേർന്ന അബുൽ ആസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അബുൽ ആസ് ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെടുകയാണ്. ഈ അബുൽ ആസ് ബന്ദിയാക്കി പിടിക്കപ്പെട്ടപ്പോൾ ബന്ദിയെ മോചിപ്പിക്കുവാനുള്ള മോചനദ്രവ്യം സൈനബ് കൊടുത്തയച്ചത് അവർക്ക് അവരുടെ ഉമ്മ സമ്മാനിച്ച മാലയായിരുന്നു. അങ്ങനെ അബുൽ ആസിനെ മോചിപ്പിക്കുവാനുള്ള മോചനദ്രവ്യമായ മാല എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കരയുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ റഅയ്തും അൻ തുത്ലിഖൂ ലഹാ അസീറഹ ഫഫ്അലു. ഈ മോചനദ്രവ്യം വാങ്ങാതെ സൈനബിന്റെ ഭർത്താവ് അബുൽ ആസിനെ മോചിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ അബുൽ ആസിനെ വെറുതെ വിടുകയാണ് ചെയ്തത്. സൈനബ് ഹിജ്റയുടെ 8 മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത്, ഹിയ അഫ്ദലു ബനാതി ഉസീബത്തു ഫിയ. എൻ്റെ മക്കളിൽ പെൺമക്കളിൽ ഏറ്റവും ശ്രേഷ്ഠവതിയാണ് സൈനബ്. എൻ്റെ പേരിൽ അവർ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിന്റെ കാരണം എന്താണ്? ഇത് റസൂലുള്ളാഹി പറയാനുള്ള ചരിത്ര പശ്ചാത്തലം ഏറെ ശ്രദ്ധേയമാണ്. ബദറിൽ സൈനബിന്റെ ഭർത്താവിനെ ബന്ദിയാക്കി പിടിക്കപ്പെട്ടു. സൈനബ് അന്ന് മക്കയിലാണ്, അവർ ഗർഭിണിയുമാണ്. ഹിന്ദ് ബിന്ദു ഉത്ബയുടെ കൂടെയായിരുന്നു അന്ന് സൈനബ് പാർത്തിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് ബിൻ ഹാരിസയുടെ കയ്യിൽ ഒരു മോതിരം അടയാളമായി കൊടുത്ത്, റസൂലുള്ളാഹിന്റെ മോതിരം അടയാളമായി കൊടുത്ത് സെയ്ദ് ബിൻ ഹാരിസയെ മക്കയിലേക്ക് പറഞ്ഞയച്ചു. എന്തിന്? സൈനബിനെ എങ്ങനെയെങ്കിലും മക്കയിൽ നിന്ന് രക്ഷപ്പെടുത്തി മദീനയിലേക്ക് കൊണ്ടുവരാൻ. കാരണം സൈനബ് അവർക്ക് ഹിജ്റ പോരാൻ പറ്റിയിട്ടില്ല, ഭർത്താവാണെങ്കിൽ മുശ്രിക്കുമാണ്. അപ്പൊ സൈനബിന്റെ ജീവിതം മക്കയിലേറെ പ്രയാസാണ്. അത് മനസ്സിലാക്കിയ റസൂലുള്ളാഹി തന്റെ മോതിരം മൂരി സെയ്ദിനെ ഏൽപ്പിച്ച് സെയ്ദ് ബിൻ ഹാരിസയെ പറഞ്ഞയച്ചു. അങ്ങനെ സെയ്ദ് ബിൻ ഹാരിസ മക്കയുടെ നേരെ പോയി റീത്തുവ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരാട്ടിൻ പറ്റ മേഞ്ഞു നടക്കുന്നത് കണ്ട്. ഒരു ഇടയനുണ്ട്. അപ്പൊ സെയ്ദ് ചോദിച്ച ആരുടെ ആടുകളാണ്? അപ്പോൾ പറഞ്ഞു ഇത് സൈനബിൻ്റെതാണ്, അബുൽ ആസിൻ്റെതാണ്. അപ്പോൾ സെയ്ദ് പറഞ്ഞ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. നിങ്ങൾ ഈ മോതിരം കൊണ്ടുപോയിട്ട് സൈനബിനെ ഏൽപ്പിക്കണം. സെയ്ദ് ഇബ്നു ഹാരിസ തന്നതാണ്, അദ്ദേഹം ഇന്നേടത്തുണ്ട് എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. ഈ ഇടയൻ സെയ്ദ് കൊടുത്ത മോതിരം കൊണ്ടുപോയി സൈനബിനെ ഏൽപ്പിച്ചു. അപ്പൊ സൈനബിന് മനസ്സിലായി തന്നെ കൊണ്ടുപോകുവാൻ, രക്ഷപ്പെടുത്തുവാൻ സെയ്ദ് ബിൻ ഹാരിസ വന്നിട്ടുണ്ട്. അങ്ങനെ സൈനബ് മക്കയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. അബുൽ ആസിബിൻ റബിയ, ഭർത്താവിന്റെ സഹോദരൻ കിനാന ഇബ്നു റബിയ സൈനബിനെ സഹായിച്ചു. അങ്ങനെ ഒരു ഒട്ടകപ്പുറത്ത് സൈനബിനെ കയറ്റി കിനാന ഇബ്നു റബിയ സൈനബിനെ രക്ഷപ്പെടുത്തുമ്പോൾ മുശ്രിക്കുകൾ പിന്നാലെ കൂടി. അങ്ങനെ ഹുബ്ബാർ ഇബ്നുൽ അസ്വദ് എന്ന് പറയുന്ന ദുഷ്ടൻ സൈനബിനെ ഭീതിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും അങ്ങനെ സൈനബ് ആ ഒട്ടകപ്പുറത്ത് നിന്ന് തെന്നി വീണു. അവർ ഗർഭിണിയായിരുന്നു, അവരുടെ ഗർഭം അവരവിടെ പ്രസവിച്ചു. വളരെയധികം സൈനബ് അതിൽ പ്രയാസപ്പെടുത്തപ്പെടുകയുണ്ടായി. പിന്നീട് സൈനബിനെ സെയ്ദ് ബിൻ ഹാരിസ മദീനയിൽ എത്തിക്കുകയാണ് ചെയ്തത്. സൈനബ് ഈ യാതന അനുഭവിച്ചതിൽ, കഷ്ടത സഹിച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സൈനബ് അഫ്ദലു ബനാതി, സൈനബ് എൻ്റെ മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠയായ പെണ്ണാണ്.
ഉസീബത്ത് ഫിയ, എൻ്റെ വിഷയത്തിൽ അവർ ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് സൈനബിൽ ഇബ്ൻ അബിൽ ആസുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഗ്രഹം. ഹിജ്റയുടെ 8-ൽ ഈ സൈനബ് റളിയല്ലാഹു തആല അൻഹ ഒരു രോഗത്തെ തുടർന്ന് മരിക്കുകയുണ്ടായി. അതിനു മുമ്പായി ഇവരുടെ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ ചരിത്രം ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമക്കളെ കുറിച്ച് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ മകൾ റുഖയ്യയാണ്. റുഖയ്യ അതേപോലെ ഉമ്മു കുൽസൂം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രണ്ട് മക്കള് ആദ്യം വിവാഹാലോചന നടത്തിയിരുന്നത് അബൂലഹബിന്റെ മക്കളായ ഉത്ബയും ഉതൈബയുമായിരുന്നു. അബൂലഹബിന് 3 മക്കൾ ഉണ്ടായിരുന്നു, ഉത്ബ, ഉതൈബ, മുഅത്തബ്. ഇതിൽ ഉത്ബ കുഫറിൽ തന്നെ മരിക്കുകയാണ് ചെയ്തത്. ഉത്ബയും ഉതൈബയും അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് പിൽക്കാലത്ത്. ഉത്ബയുടെയും ഉതൈബയുടെയും ഉതൈബയുമായിട്ട് വിവാഹ ആലോചന നടത്തിയിരുന്നു റസൂലുള്ളാഹിന്റെ 2 മക്കളായ റുഖയ്യ, ഉമ്മു കുൽസൂം എന്നിവരെ. അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുവായിരുന്നു. ആ ശത്രുത മൂത്ത് അബൂലഹബ് റസൂലുള്ളാഹിനോട് പകരം വീട്ടിയത് റസൂലുള്ളാഹിന്റെ മക്കളുമായിട്ടുള്ള വിവാഹാലോചനയെ തടഞ്ഞുകൊണ്ടാണ്. അബൂലഹബ് എന്ന അബ്ദുൽ ഉസ്സ മക്കളായ ഉത്ബയോടും ഉതൈബയോടും പറഞ്ഞു, റഅസി മിൻ റഅസികുമാ ഹറാം ഇല്ലം തുഫാരിഖ ബിൻത മുഹമ്മദ്. മുഹമ്മദിന്റെ 2 പെൺമക്കളെ നിങ്ങൾ വേർപ്പെട്ടിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കൂല എന്ന് അബൂലഹബ് മക്കളെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ആ വിവാഹാലോചന അവിടെ അവസാനിച്ച് ഉത്ബ റുഖയ്യയെ ഒഴിവാക്കി, ഉതൈബ ഉമ്മു കുൽസൂമിനെയും ഒഴിവാക്കി. പക്ഷേ റുഖയ്യ, ഉമ്മു കുൽസൂം എന്നിവർ അവർ ആദർശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉറച്ചു നിന്നു. റുഖയ്യയെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ചു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവും റുഖയ്യയും അവർ മക്ക കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നു. അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ അതിനാൽ ഇസ്ലാമിന്റെ പേരിൽ ഏറെ പീഡിപ്പിക്കപ്പെട്ടു. റുഖയ്യയും ഉസ്മാനും മുസ്ലിമീങ്ങൾ ഹബശീനിയയിലേക്ക് ഹിജറ പോയപ്പോൾ ആദ്യത്തെ ഹിജറയിൽ അവർ മക്കയിൽ നിന്ന് ഹബശീനിയയിലേക്ക് ഹിജറ പോയി. അവരുടെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം ഇസ്ലാമിൽ ഹിജറ പോയ ആദ്യ കുടുംബമാണ് ഉസ്മാൻ റുഖയ്യ ദമ്പതികൾ. ഉസ്മാനും റുഖയ്യക്കും അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. ആ മകനുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളും ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഈ അബ്ദുള്ളയെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ മനസ്സിലാക്കും. റുഖയ്യ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലയോടൊപ്പം ഹിജറ പോയി. അവർ ഹബശീനിയയിലാണ്. ലോകത്തൊരു വാർത്ത പറയുന്നത് അന്നാളുകളിൽ മക്കയിലുള്ള ഖുറൈശികളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മക്കക്കാർ ഇസ്ലാമിലേക്ക് വന്ന് മുസ്ലിമീങ്ങൾക്കുള്ള നേരെയുള്ള പീഡനങ്ങൾ അവർ അവസാനിപ്പിച്ചു എന്ന വാർത്ത പരന്നു. ഈ വാർത്ത ഹബശീനിയയിലെത്തിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും റുഖയ്യയും ഹബശീനിയയിൽ നിന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവർ തിരിച്ചു വന്നപ്പോൾ യഥാർത്ഥത്തിൽ മക്കക്കാർ ഇസ്ലാമിന് നേരെയുള്ള അവരുടെ നയം മയപ്പെടുത്തിയിരുന്നില്ല. പ്രത്യേക അവർ ശത്രുതയുടെ ഊക്ക് കൂട്ടുക തന്നെയാണ് ചെയ്തിരുന്നത്. റുഖയ്യ തിരിച്ചു വന്നപ്പോഴാണ് അവരുടെ മാതാവായ ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ട വാർത്ത അറിയുന്നത്. റുഖയ്യ റളിയല്ലാഹു തആല അൻഹ അവർ ഹബശീനയിലായപ്പോഴാണ് ഉമ്മയായ ഖദീജ മക്കയിൽ മരണപ്പെട്ടത്. ഉമ്മ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ട ഉമ്മയെ കാണാൻ റുഖയ്യ റളിയല്ലാഹു തആല അൻഹക്ക് അവസരമുണ്ടായില്ല. റുഖയ്യയും ഉസ്മാനും റളിയല്ലാഹു അൻഹുമ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്കും പലായനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഹിജറ ചെയ്ത വ്യക്തിത്വങ്ങൾ എന്ന ഖ്യാതി അത് ഉസ്മാൻ റുഖയ്യ ദമ്പതികൾക്കുണ്ട്. മദീനയിലേക്ക് ഹിജറ വന്ന് ഹിജറയുടെ 2ാമത്തെ വർഷം ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധമാണ്. ബദർ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ റുഖയ്യ റളിയല്ലാഹു തആല അൻഹു അവശയായിരുന്നു, രോഗിയായിരുന്നു. മകൾ ഉമ്മു കുൽസൂമിന്റെ ജനാസ സംസ്കരിക്കുന്നതിൽ ഞങ്ങൾ സംബന്ധിച്ചു. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയെ മറമാടുവാനുള്ള ഖബറിന് ചുറ്റും നിൽക്കവേ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിനരികിൽ ഇരുന്ന് കണ്ണീർ വാർക്കുന്നതായി ഞങ്ങൾ കാണുകയുണ്ടായി. അത് ഈ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിലായിരുന്നു. ഖബർ ഒരുങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, ഹൽ അഹദും മിൻകും ലം യുഖാരിഫ് അഹ്ലഹു അല്ലൈല, ഇന്നേ രാത്രി നിങ്ങളിൽ ആരെങ്കിലും ഭാര്യമാരെ പ്രാപിക്കാത്തവരുണ്ടോ? അങ്ങനെയുണ്ട് എങ്കിൽ അവരാണ് ഖബറിൽ ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ തൽഹൽ അൻസാരി ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു കുൽസൂമിന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ അബൂ തൽഹയാണ് ഖബറിൽ ഇറങ്ങിയത് എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. അപ്പൊ റസൂലുള്ളാഹിന്റെ മക്കളിൽ അൽ ഖാസിം, അബ്ദുള്ള, സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം എന്നിവരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഇനി രണ്ടു പേർ, ഒന്ന് ഫാത്തിമയാണ്, മറ്റൊന്ന് ഇബ്രാഹിമാണ്. ഇതിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമാണ്. റസൂലുള്ള പറഞ്ഞത് ഫാത്തിമത്തു ബിദാത്തും മിന്നി, ഫാത്തിമ എന്റെ ഒരു കഷ്ണമാണ് എന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഫാത്തിമയെ പരിചയപ്പെടുത്തുമ്പോൾ അൽ ബിദഅത്തുൻ നബവിയ്യ വൽ ജിഹത്തുൽ മുസ്തഫവിയ്യ എന്ന് പറയാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ പരിചയപ്പെടുത്തിയത്. ഫാത്തിമയ്ക്ക് വിഷമമാകുന്നതെല്ലാം എനിക്ക് വിഷമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, നടത്തത്തിലും പെരുമാറ്റത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും യോജിച്ച രീതിയിൽ സാദൃശ്യപ്പെട്ട നിലയ്ക്ക് ഞാൻ ഫാത്തിമയെ അല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല എന്നാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ നടത്തവും റസൂലുള്ളാഹിന്റെ പെരുമാറ്റവുമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക്. തിരുനബി ഒരിക്കൽ പറഞ്ഞു, കമുല മിന റിജാലി കസീർ വലം യക്മുൽ മിന നിസാഇ ഇല്ല അർബ, പുരുഷന്മാരിൽ പൂർണ്ണത വരിച്ചവർ കുറെയാണ്, സ്ത്രീകളിൽ പൂർണ്ണത വരിച്ചത് 4 പേരാണ്. എന്നിട്ട് 4 പേർ എണ്ണിയപ്പോൾ റസൂലുള്ള അതിൽ മറിയം ബിൻത് ഇമ്രാൻ, ആസിയ ബിൻത് മുസാഹിം, ഖദീജ ബിൻത് ഖുവൈലിദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ്, ഈ 4 പേരെയാണ് എണ്ണിയത്. അപ്പോൾ പൂർണ്ണത വരിച്ച സ്ത്രീകളിൽ ഒരാളാണ് ഫാത്തിമ ബിൻത് മുഹമ്മദ് അലൈഹിമസ്സലാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയുടെ വിഷയത്തിൽ അറിയിച്ച വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇളയ പുത്രിയാണ് ഫാത്തിമ. തിരുനബി അവരെ കുറിച്ച് പറഞ്ഞത് സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന എന്നാണ്. സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ എന്നാണ്. മദീനക്കാരുടെ നേതാവ് എന്നല്ല, അറേബ്യൻ ഉപദ്വീപിലെ സ്ത്രീകളുടെ നേതാവ് എന്നല്ല, ഭൂലോകത്തെ സ്ത്രീകളുടെ നേതാവ് എന്നല്ല. പ്രത്യുത ഫാത്തിമ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമയുടെ വിഷമമായിരുന്നു. ഫാത്തിമ സന്തോഷിക്കുമ്പോൾ റസൂലുള്ളാഹി സന്തോഷിക്കുമായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണാസന്നമായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഏറെ വിഷമിക്കുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിക്കുമ്പോൾ അത് തിരുനബിയുടെ വാക്കിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഫാത്തിമ വരികയാണ് ഉപ്പയെ കാണുവാൻ. അപ്പൊ മരണാസന്നനായ റസൂലുള്ളാഹി വിഷമിക്കുന്നത് കണ്ട ഫാത്തിമ പറയുകയാണ്, വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്, എന്തൊരു വേദനയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകൾ തന്റെ വിഷയത്തിൽ വേദനിക്കുന്നു എന്ന് ആ സമയത്ത് അറിഞ്ഞു. റസൂലുള്ളാഹി മകളെ അണച്ചുപൂട്ടി പറഞ്ഞത്, ലൈസ അലാ അബീകി അയ്യ കറബിൻ ബഅദൽ യൗം, ഇന്നേ ദിവസത്തിന് ശേഷം ഇനി വാപ്പാക്ക് ഒരു വിഷമവും ഉണ്ടാവുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി ഫാത്തിമയെ അണച്ചുപൂട്ടി 2 രഹസ്യങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ രഹസ്യത്തിൽ ഫാത്തിമ കരയുകയുണ്ടായി. രണ്ടാമത്തെ രഹസ്യത്തിൽ ഫാത്തിമ സന്തോഷിക്കുകയും ചിരിക്കുകയും ഉണ്ടായി. ആദ്യം റസൂലുള്ളാഹി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മരണപ്പെടുകയാണ് എന്നുള്ള വാർത്തയാണ്. അത് മകൾക്ക് സഹിക്കാനായില്ല, അതുകൊണ്ടാണ് അവർ കരഞ്ഞത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞ രഹസ്യം, ഉപ്പ ഇന്ന് മരണപ്പെട്ടാൽ നബി കുടുംബത്തിൽ നിന്ന് ഉപ്പയുടെ അടുക്കൽ ആദ്യമായി വന്നു ചേരുന്നത് ഫാത്തിമയായിരിക്കുമെന്നാണ്. അതിൽ ഫാത്തിമ സന്തോഷിക്കുകയുണ്ടായി. ഉപ്പ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയോട് അടക്കം പറഞ്ഞതുപോലെ സംഭവിച്ചു. റസൂലുള്ളാഹിന്റെ വിയോഗാനന്തരം
ഏതാനും മാസങ്ങളാണ് ഫാത്തിമ റളിയല്ലാഹു തആല ജീവിച്ചത്. ഫാത്തിമ റളിയല്ലാഹു തആലയോട് റസൂലുള്ള അവർ മരണപ്പെടുന്ന വാർത്ത പറഞ്ഞതിൽ പിന്നെ ഫാത്തിമ വീട് വിട്ടിറങ്ങുകയോ പുറം ലോകത്തേക്ക് അങ്ങനെ സഞ്ചരിക്കുകയോ ചെയ്തിരുന്നില്ല. അവരവരുടെ വീട്ടിൽ അടങ്ങിയൊതുങ്ങി ജീവിതം നയിച്ചു. ഏതാനും മാസങ്ങൾക്കിപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പരലോകം പോവുകയും അവരുടെ ഉപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ എത്തിച്ചേരുകയും ഉണ്ടായി എന്നുള്ളതാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉമ്മു അബീഹ എന്ന വിളിപ്പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അവരുടെ വിളിപ്പേര് ഉമ്മു അബീഹ എന്നാണ്, ഫാത്തിമയുടെ വിളിപ്പേര്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം അവരുടെ ലജ്ജാശീലമാണ്. ലജ്ജയിൽ ഫാത്തിമ മാതൃകയായിരുന്നു. ചരിത്രത്തിൽ ഒരു പ്രസിദ്ധമായ സംഭവമുണ്ട്. അസ്മാ ബിന്ത് ഉമൈസുമായി ബന്ധപ്പെട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സംസാരിച്ച ഒരു വിഷയമാണത്. അതെന്താണ്? ഫാത്തിമ പറയുകയാണ് അസ്മാ ബിന്ത് ഉമൈസിനോട്, ഇന്നി ഖദ് ഇസ്തഖ്ബഹ്തു മാ യുസ്നഉ ബിൻ നിസാ ഐ യുത്റഹ അലൈഹാ സൂബു ഫയസിഫുഹ. അതായത് സ്ത്രീകൾ മരണപ്പെട്ടാൽ, അന്ന് കാലങ്ങളിൽ മരണപ്പെട്ടാൽ മയ്യത്ത് വഹിച്ചിരുന്നത് ഒരു പരന്ന കട്ടിലാണ്. പരന്ന കട്ടിലാണ്. ഇന്നൊക്കെ കാണാം, ഇവിടെയൊക്കെ മയ്യത്ത് കട്ടിൽ ഒരു പരന്ന കട്ടിലായിരിക്കും. അന്ന് കാലങ്ങളിലും മയ്യത്ത് വഹിച്ചിരുന്നത് ഈ പരന്ന കട്ടിലാണ്. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു തആല പറയുകയാണ്, സ്ത്രീകൾ ഇപ്രകാരം കാണിക്കുന്നത് ഞാൻ മോശമായി കാണുന്നു. കാരണം സ്ത്രീകളുടെ ജനാസ മയ്യത്ത് കട്ടിലിൽ വെച്ച് അതുമൊരു തുണിയാണ് വിരിച്ചിടുക, എങ്കിലും അവരുടെ ശരീരാവയവങ്ങൾ മുഴച്ചു കാണും. അത് ഞാൻ മോശമായി കാണുന്നു എന്ന് ഫാത്തിമ അസ്മാ ബിന്ത് ഉമൈസിനോട് പറഞ്ഞു. അന്ന് അസ്മാ ബിന്ത് ഉമൈസ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അസ്മാ ബിന്ത് ഉമൈസ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അസ്മാ ബിന്ത് ഉമൈസിനെ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ജഅഫർ ബിൻ അബി താലിബാണ്. ജഅഫർ റളിയല്ലാഹു തആല മൂത്തയിൽ വധിക്കപ്പെട്ടപ്പോൾ പിന്നീട് അസ്മയെ കല്യാണം കഴിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരിക്കെയാണ് ഫാത്തിമ റളിയല്ലാഹു തആല അസ്മയോട് പറയുന്നത്, സ്ത്രീകൾ മരിച്ചാൽ മയ്യത്ത് കെട്ടിൽ അവരെ കിടത്തിയിട്ട് ഒരു തുണി മാത്രം വലിച്ചിടും, അത് അവരുടെ ശരീരാവയവങ്ങളെ പുറത്തേക്ക് കാണിക്കും, തുറിച്ചു കാണിക്കും, അത് ഞാൻ മോശമായി കാണുന്നു. അപ്പൊ അസ്മ പറയാണ് ഫാത്തിമയോട്, ഞാൻ ഹബ്ശീനിയയിലേക്ക് ഹിജറ പോയപ്പോൾ, അസ്മ ഹബ്ശീനിയയിലേക്ക് ഹിജറ പോയ മഹദിയാണ്, 2 ഹിജറ ചെയ്ത മഹദിയാണ്. അപ്പൊ അസ്മ ഈത്തപ്പനെ പട്ട അവർ ഈ ജനാസയുടെ മുകളിൽ വളച്ചു വെക്കും, എന്നിട്ട് അതിന്റെ മേലിലാണ് തുണിയിടാറുള്ളത്. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു തആല അസ്മയോട് പറയാണ്, ഞാൻ മരിച്ചാലും നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഒരു പട്ട വളച്ചു വെച്ച് അതിന്മേൽ തുണിയിടണം, ശരീരാവയവങ്ങൾ ആണുങ്ങൾ കാണുന്ന രീതിയിൽ പുറത്തേക്ക് മുഴച്ചു നിൽക്കാതിരിക്കാൻ എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല പറയണ്ടായി. അസ്മയോട് ജനാസ കുളിപ്പിക്കുന്നതിൽ പങ്കെടുക്കുവാനും എന്റെ ജനാസ ആരും കാണാതിരിക്കുവാൻ, ആരെയും അങ്ങോട്ട് കടത്തി വിടാതിരിക്കുവാനും ഫാത്തിമ റളിയല്ലാഹു തആല വസിയത്ത് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഫാത്തിമ റളിയല്ലാഹു തആല വഫാത്തായപ്പോൾ ഫാത്തിമയുടെ ജനാസ കുളിപ്പിച്ചത് അലിയാണ്. അലിയാരോടൊപ്പം പങ്കെടുത്തത് അസ്മാ ബിന്ത് ഉമൈസ് ആണ്. അസ്മാ ബിന്ത് ഉമൈസ് ഒരാളെയും അവര് മയ്യത്ത് കുളിപ്പിക്കുന്ന ഭാഗത്തേക്ക് കടത്തി വിട്ടിരുന്നില്ല എന്നുള്ളതാണ്. അത് അവരുടെ വസിയത്ത് നടപ്പിലാക്കുന്നതിന്റെ മാർഗ്ഗമാണ്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ ജനാസ അത് മയ്യത്ത് കെട്ടിൽ വഹിക്കപ്പെട്ടപ്പോൾ അവരെ ഇவ்விதമാണ് ഒരു തുണി കൊണ്ട് പൊതിഞ്ഞിരുന്നതാണ്. അവരുടെ ശരീരാവയവങ്ങൾ പുറത്ത് കാണാത്ത രീതിയിൽ, മികച്ചു കാണാത്ത രീതിയിൽ ഒരു തുണി അവരെ മൂടിയിട്ടിരുന്നു എന്നുള്ളതാണ്. ഇമാം അൽബാനി, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ജിൽബാബുൽ മർഅൽ മുസ്ലിമ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്, ഫാത്തിമന്റെ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അൽബാനി പറയാണ്, മരണപ്പെട്ടതിന് ശേഷം ശരീരാവയവങ്ങൾ പുറത്തേക്ക് തുറിച്ചു കാണുക, അന്യര് കാണുക എന്നുള്ളതിനെ തൊട്ടാണ് ഇവിടെ ഫാത്തിമ ലജ്ജിക്കുന്നത്. മരിച്ചാലും എന്റെ അവയവങ്ങൾ, ശരീരാവയവങ്ങൾ അന്യ പുരുഷന്മാർക്ക് അത് പുറത്തേക്ക് അവയവങ്ങൾ തുറിച്ചു കാണരുത്, ഡ്രസ്സ് ധരിച്ചാലും തുറിച്ചു കാണരുത് എന്ന രീതിയിലാണ് ഫാത്തിമ സംസാരിക്കുന്നത്. മരണാനന്തരം വരെ കാണുന്നതിനെ തൊട്ടുള്ള ലജ്ജയാണ്. ഇന്നത്തെ സ്ത്രീകൾ ഇത് മനസ്സിലാക്കണം എന്നാണ് അൽബാനി പറയുന്നത്. എന്താ? ഇന്നത്തെ സ്ത്രീകൾക്ക് അവർക്ക് ഹയാത്തിലുള്ളപ്പോ അവരുടെ മാറ്, അവരുടെ തലമുടി, അതേപോലെ അവരുടെ വയറ്, പൊക്കിള് വരെ കാണുന്നതിൽ ലജ്ജല്ല. ഫാത്തിമയുടെ പിൻഗാമികൾ എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥയാണ്. പല സ്ത്രീകളുടെയും വേഷവിധാനം എന്താ? ഈന്തുപട്ടയിൽ ഇറച്ചി പൊതിഞ്ഞ മാതിരിയാണ് ഡ്രസ്സ് ധരിച്ചാൽ, ഒക്കെ തുറിച്ചു പുറത്താ.
പച്ച മാംസം അന്യരി കാണാണ്. മാറ് മറക്കൂല, വയറ് മറക്കൂല, തല മറക്കൂല. മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ പല പുരുഷന്മാരും ഈ പ്രവാസത്തിന്റെ മരിപ്പറമ്പിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെയിലുകൊണ്ട് കാശ് സമ്പാദിച്ച് അയച്ചു കൊടുക്കും. 1000 16,000 അയച്ചു കൊടുത്താൽ വലിയ സംഖ്യ മുടക്കി വാങ്ങുന്നത് കുറഞ്ഞ ശീലയാണ്. ഒരു ബ്ലൗസ്, അതേപോലെ തന്നെ വയറ് മറക്കാൻ കഴിയാത്ത, മാറ് മറക്കാൻ കഴിയാത്ത, തല മറക്കാൻ കഴിയാത്ത ഡ്രസ്സ്, അത് സ്ത്രീകൾ ഭാര്യമാർക്ക്, ഉമ്മാർക്ക്, മക്കൾക്ക് അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്ന ഭർത്താക്കന്മാരെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. സ്ത്രീകൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ചരിത്രമൊക്കെ നമ്മളിവിടെ പറയുമ്പോൾ ഈ ചരിത്രത്തിലൊക്കെ നമുക്ക് വലിയ പാടുണ്ട്. കേവലം ചരിത്രം കേട്ടു പോകുക എന്നുള്ളതല്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവർ മരണപ്പെടുന്നതിന് മുമ്പ് അസ്മാനോട് പറയാണ് കുളിപ്പിക്കാൻ, മയ്യത്ത് കുളിപ്പിക്കാൻ. എന്നിട്ട് ജനാസ കൊണ്ടുപോകും. ജനാസയിൽ സ്ത്രീകൾക്ക് 5 വസ്ത്രമാണ്. മക്കന ഉണ്ടാകും, കുപ്പായ ഉണ്ടാകും, തുണി ഉണ്ടാകും, പിന്നെ 2 പുകയാണ്. ഇത് ചെയ്തതിന് ശേഷം മയ്യത്ത് കട്ടിലിൽ വെച്ചാല് പിന്നെയും ചില അവയവങ്ങൾ പുറത്തേക്ക് എന്ത് ചെയ്യും? ഉയർന്നു കണ്ടെന്നിരിക്കും. മാറൊക്കെ പുറത്തേക്ക് ഉയർന്നു കണ്ടെന്നിരിക്കും. അത് അങ്ങനെ കാണുന്നത് പ്രയാസപ്പെടാൻ ആര്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊക്കെ ചെയ്തിട്ട് ഒരു തുണി ഇട്ടാലും ചിലപ്പം അവയവങ്ങൾ അന്യര് കാണുന്ന രീതിയിലാകുമല്ലോ എന്ന് ഫാത്തിമ പറയാണ്. അപ്പോൾ അസ്മ പറഞ്ഞു കൊടുക്കാണ്, എങ്കിലും ചെയ്താൽ മതി, ഒരു ഈത്തപ്പന പട്ടങ്ങനെ വളച്ചു വെക്കുക. അങ്ങനെ ഹബശീനയിൽ ചെയ്യാറുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ തുണിയിട്ടാൽ പിന്നെ ആരും കാണൂല, അവയവങ്ങൾ പുറത്തേക്കൊന്നും കാണൂല എന്ന് പറയുന്നു. അപ്പൊ എത്ര ലജ്ജയുള്ളവരായിരുന്നു പൂർവികർ. അതുകൊണ്ടാണ് ഫാത്തിമയുടെ ചരിത്രം പറയുമ്പോൾ ലജ്ജയെ കുറിച്ച് പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിക്കുന്നത്. ഇത് നമ്മളും ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതായ ഒരു ഭാഗമാണ്. ഏതായാലും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം മാസങ്ങളാണ് ഇവിടെ ജീവിച്ചത്. അവർ വഫാത്താവുകയുണ്ടായി. അവരുടെ ജനാസ കുളിപ്പിച്ചത് അലിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പങ്കെടുത്തത് അസ്മാ ബിൻത് ഉമൈസ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താനങ്ങളിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയിലൂടെ അല്ലാതെ റസൂലുള്ളാഹിക്ക് ഉണ്ടായ സന്താനമാണ് ഇബ്രാഹിം എന്ന കുട്ടി. ഹിജ്റയുടെ 6-ൽ ഈജിപ്തിന്റെ ഭരണാധികാരി മുഖൗഖിസ് റസൂലുള്ളാഹിക്ക് മാരിയ എന്ന് പറയുന്ന ഒരു ജാരിയത്തിനെ, അടിമപ്പെണ്ണിനെ സമ്മാനിച്ചു. ഈ മാരിയയെ റസൂലുള്ള തന്റെ ഇണയായി സ്വീകരിക്കുകയും അങ്ങനെ അവരുമായിട്ടുള്ള വൈവാഹിക ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞ് പിറക്കുകയും ചെയ്തു. റസൂലുള്ള പറഞ്ഞു, ഇബ്രാഹിം, ഇന്നലെ രാത്രി എനിക്കൊരു കുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിന് ഞാൻ എന്റെ പിതാവിന്റെ പേരായ ഇബ്രാഹിമിന്റെ പേരിട്ടു എന്ന് റസൂലുള്ള പറഞ്ഞു. അതായത് റസൂലുള്ള ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. അപ്പോ ഇബ്രാഹിം എന്ന കുഞ്ഞ് പിറന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആരിലൂടെ? മാരിയ എന്ന് പറയുന്ന മഹദിയിലൂടെ. ഇത് മദീനയിൽ വെച്ചാണ്. ഈ കുഞ്ഞ് വരുന്നത് മദീനയിൽ വെച്ചാണ്. ഹിജ്റയുടെ 6-ലാണ്. അങ്ങനെ മദീനയിലെ സ്ത്രീകൾ ഈ ഇബ്രാഹിം എന്ന കുഞ്ഞിന് മുലയൂട്ടുവാൻ മത്സരിച്ചു. അവസാനം കുഞ്ഞിനെ മുലയൂട്ടി വളർത്തുവാൻ ഏൽപ്പിച്ചത് ഉമ്മു ബുർദ ഖൗല ബിൻതുൽ മുൻദിർ എന്ന് പറയുന്ന മഹദിയാണ്. ഉമ്മു ബുർദ ഖൗല ബിൻതുൽ മുൻദിർ എന്ന് പറയുന്ന മഹദിയാണ് മുലയൂട്ടാൻ ഏൽപ്പിച്ചത്. അബൂ സയ്യിദ് അൽ ബറാ ബിൻ ഔസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായിരുന്നു ഉമ്മു ബുർദ എന്ന് പറയുന്ന ഖൗല. അയാൾ ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു, ഹദ്ദാദായിരുന്നു. ഉമ്മു ബുർദയുടെ അടുക്കൽ ഇബ്രാഹിം എന്ന കുട്ടി വളരെയാണ്. അവരാണ് മുലയൂട്ടി വളർത്തുന്നത്. ഇബ്രാഹിം എന്ന കുട്ടി 18 മാസം പിന്നിട്ടു. ഉമ്മു ബുർദയുടെ അടുക്കൽ 18 മാസം, ഏകദേശം 2 വയസ്സാകാനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് ഹിജ്റയുടെ 10-ൽ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി ശവ്വാൽ മാസത്തിൽ, ഹജ്ജത്തുൽ വദാഇന് പുറപ്പെടുന്നത് ദുൽഖഅദയിലാണ്, ശവ്വാൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബൂ സയ്യിദിന്റെ വീട്ടിൽ പോയി. എന്തിന്? ഇബ്രാഹിം എന്ന കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിനോടൊപ്പം പോയി. റസൂലുള്ള കുട്ടിനെടുത്ത്, ഇബ്രാഹിം എന്ന കുട്ടിനെടുത്ത് അങ്ങനെ ചുംബിച്ച് നാറ്റി കുട്ടിയെ ആശ്രയിച്ചിട്ട് തിരിച്ചു കൊടുത്തു പോന്ന്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ കുട്ടിയെ കുറിച്ച് അനസ് പറയാണ്, കാന യജൂദു ബിനഫ്സിഹി എന്നാണ്. ഒരു തോൽ സഞ്ചിയിൽ വെള്ളം ഒഴിച്ചാൽ ആ തോൽ സഞ്ചി ഇളകുന്നത് പോലെ കുട്ടിയുടെ നെഞ്ച് ഇളകാണ്. ഇബ്രാഹിം എന്ന കുട്ടി 18 മാസം പിന്നിട്ടുണ്ട്. അദ്ദേഹം മരണത്തോട് അടുക്കുകയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് കാണുന്നത്.
തിരുനബിയോടൊപ്പം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. ഇബ്രാഹിം എന്ന കുട്ടി മരണത്തോട് അടുക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്നൊരു കണ്ണീര് ഉറ്റി വീണു. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു, റസൂലേ, നിങ്ങൾ കരയുകയോ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇന്നഹാ റഹ്മ, ഇത് കാരുണ്യമാണെന്ന് പറഞ്ഞ് റസൂലുള്ള തന്റെ കുട്ടിയെ എടുത്ത് വീണ്ടും ഒരു കണ്ണീരുറ്റി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുട്ടി മരണപ്പെടുന്നത് കാണുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഐന ലതദ്മ വൽ ഖൽബു യഹ്സുൻ, കണ്ണ് കരയും, ഹൃദയം ദുഃഖിക്കും. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബ്, പക്ഷെ നമ്മൾ അല്ലാഹുവിനെ പ്രീതിപ്പെടാത്തതൊന്നും പറയില്ല. വഇന്ന അലാ ഫിറാഖിക ലമഹ്സൂനൂന യാ ഇബ്രാഹിം, ഇബ്രാഹിം നിങ്ങളുടെ വേർപാടിൽ വലിയ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ പുത്രനായ ഇബ്രാഹിമിനെ ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് യാത്രയാക്കിയത്. ഇബ്രാഹിം എന്ന കുട്ടി റസൂലുള്ളാഹിന്റെ കയ്യിൽ മരിച്ചു. അന്ന് ആ കുഞ്ഞിന് 18 മാസമായിരുന്നു. ഹിജ്റയുടെ 10 ശവ്വാൽ മാസത്തിലായിരുന്നു ഈ കുഞ്ഞിന്റെ മരണം സംഭവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളാണ്, 3 ആൺമക്കളും 4 പെൺമക്കളും. അതിൽ ഖാസിമും അബ്ദുള്ളയും ആദ്യത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയാണ് 18 മാസം ജീവിച്ചത്. തിരുനബിയുടെ ജീവിത നാളിൽ തന്നെ 7ൽ 6 മക്കളും മരണപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഫാത്തിമ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നത്. ആ ഫാത്തിമയും തിരുനബിയുടെ വിയോഗത്തിന് അടുത്ത് തന്നെ മരണപ്പെടുമെന്നുള്ള വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് തന്നെ അറിഞ്ഞിരുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച മക്കളിലൂടെ ഉണ്ടായ ഒരു പരീക്ഷണം കൂടിയാണ് സഹോദരന്മാരെ നമ്മൾ വായിക്കുന്നത്. ഒരു ഉപ്പ ജീവിച്ച നാളിൽ ആ ഉപ്പാന്റെ 7ൽ 6 മക്കളും മരിക്കുക എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം വിഷമകരമാണ്, അതെത്രമാത്രം പരീക്ഷണകരമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ ഒരു വിശ്വാസി അതിന് ഉയർച്ചയാണ്, വിശ്വാസിക്ക് അത് നന്മയാണ്, സ്വർഗീയ ദരജകൾ അത് ഉയരലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ കുറിച്ചാണ് ഇവിടെ ഇന്ന് നമ്മൾ സംസാരിച്ചത്. നാളത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ, അവരുടെ ചരിത്രം വളരെ മഹനീയമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. നാളത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് തിരുദൂതരുടെ പേരമക്കളെ കുറിച്ച് നമ്മൾ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.